ഹലോ അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. പുതിയ വീഡിയോയിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് രാവിലെ പുഴയൊക്കെ കാണിച്ചിട്ടാണ് കേട്ടോ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ രാവിലെ ഒന്ന് പുഴയ്ക്ക് പോന്നിക്കാണ്. റിച്ചുമോനെ മദ്രസക്ക് പറഞ്ഞയച്ചിട്ട് അങ്ങനെയാണ് പോകുന്നതാണ് കേട്ടോ. എനിക്ക് 6:30ക്കാണ് മദ്രസ്. അപ്പോൾ റിച്ചുമോനെ മദ്രസിലൊക്കെ പറഞ്ഞയച്ചു. ഇനിയിപ്പോൾ നമ്മൾ ഐഫക്കുട്ടിക്ക് മദ്രസക്ക് പോകണം. അപ്പോഴത്തേന് അലക്കലൊക്കെ കഴിഞ്ഞാണ്ട് വീട്ടിലെത്തണം. അപ്പോൾ ഇതാ തുണികൾ അലക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഐഫക്കുട്ടി അങ്ങനെ വിട്ടിരുന്നാണ്ട് ചെറിയൊരു വീഡിയോ എടുത്താണ്. ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ, തുണികൾ അലക്കാനും കുളിക്കാനൊക്കെ വന്ന ആൾക്കാർ. അപ്പോൾ ഓരോന്നും വീഡിയോയിൽ പെടണ്ടെന്ന് വിചാരിച്ചിട്ടേ അങ്ങനെ ചെറിയൊരു വീഡിയോ എടുത്താണ് കേട്ടോ. പിന്നെ ഈ പുഴ കാണുന്നത് നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമാണല്ലോ. ഒരുപാട് കൂട്ടുകാർക്ക് പുഴ കാണുന്നതും പുഴയിൽ അലക്കണതൊക്കെ കാണുന്നത് ഇഷ്ടമാണ്. അപ്പം അങ്ങനെ ജസ്റ്റ് ചെറിയൊരു വീഡിയോ എടുത്തതാണ് കേട്ടോ. പുഴയിൽ ഇതാ രാവിലെ നല്ല തെളിഞ്ഞ വെള്ളയിക്കാരം കേട്ടോ, നല്ല മുറി പോലെയുള്ള വെള്ളയിക്കാരം കാണുമ്പോൾ തന്നെ നമുക്കൊരിഷ്ടമാണ്. അപ്പോൾ ഐഫക്കുട്ടി ഇന്ന് വേഗം കുളിച്ച് കയറിയിരിക്കണം കേട്ടോ. ഒന്ന് തണുക്കണുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല തണുത്ത വെള്ളയിക്കാരട്ടോ. രാവിലെ കുറച്ച് വെയിലൊക്കെ ഇങ്ങനെ ചൂടാകുമ്പം വെള്ളം അതേപോലെ ചെറുതായിട്ട് ചൂടൊക്കെ വരും. അപ്പോൾ രാവിലെ ആകുമ്പോൾ നല്ല തണുപ്പേക്കാരം. അപ്പോൾ ഐഫക്കുട്ടി കുറച്ച് നേരമൊക്കെ വെള്ളത്തിൽ ഇങ്ങനെ ചാടിയാണ്ട് പിന്നെ ഓള് കുളിച്ചൊക്കെ കയറിയിട്ടുണ്ട്. അങ്ങനെ വേഗം ഞാൻ തുണികളൊക്കെ അലക്കലും അതേപോലെ തുണികൾ അലക്കൽ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അലക്കണമൊന്നും വീഡിയോയിൽ കാണിച്ചിട്ടില്ല. അങ്ങനെ തുണികളൊക്കെ ഒലിമ്പിയൊക്കെ ഞങ്ങൾ പോകുന്നു കേട്ടോ അവിടുന്ന്. അപ്പോൾ ഇനി വേഗം ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി എടുക്കണം. അപ്പോൾ നമ്മൾ ഐഫക്കുട്ടിക്ക് പുട്ടും ചായയൊക്കെ കുടിച്ചിട്ട് വേണം കേട്ടോ മദ്രസക്ക് പോകണമെന്നുണ്ടെങ്കിൽ. ഇന്ന് പുട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ്. പിന്നെ രാവിലെ റിച്ചുമോന് ഞാൻ ക്യാരമൽ ദോശ ഉണ്ടാക്കി കൊടുത്തിന്. അങ്ങനെ അതൊക്കെ കഴിച്ചിട്ടാണ് മദ്രസക്ക് പോയത്. അപ്പോൾ ഓനിപ്പോൾ മദ്രസിട്ടൊക്കെ വരും. അപ്പോൾ ഞാൻ വേഗം കുറച്ച് പുട്ടുപൊടി എടുത്തിട്ടൊന്ന് നനച്ച് വെക്കുന്നുണ്ട് ആദ്യം. പുട്ടുക്ക് കറി ചെറുപയർ കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ പുട്ടുപൊടി ഒന്ന് പൊതിർന്ന് കിട്ടണമെങ്കിൽ കുറച്ച് നേരം ഒന്ന് വെള്ളത്തിലിട്ട് വെക്കണം. അപ്പോൾ ഞാൻ വേഗം പുട്ടുപൊടിയൊക്കെ ആവശ്യത്തിനുള്ളത് പാത്രത്തേക്ക് ആക്കി കൊടുത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ചേർത്ത് വെള്ളം ഒഴിച്ച് അവിടെ നനച്ച് വെക്കുന്നുണ്ട്. പിന്നെ ഇന്ന് എനിക്ക് ജോലിക്ക് പോകേണ്ട ദിവസം കൂടിയാണ് കേട്ടോ. അപ്പോൾ വേഗം ജോലികളൊക്കെ തീർക്കണം. പിന്നെ ചോറ് ഞാൻ അടുപ്പത്ത് ഇട്ടിട്ടുണ്ട്. ചോറ് വേവാനായിട്ടുണ്ട്. അടുപ്പ് കത്തിക്കാൻ പോയിട്ടില്ല. ഗ്യാസുമ്മ തന്നെയാണ് കേട്ടോ ചോറ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇന്ന് ചോറിന് കറിയൊന്നും ഞാൻ വേറെ ഉണ്ടാക്കണില്ല കേട്ടോ. ഈ ഒരു ചെറുപയർ കറി ഉണ്ടാക്കുന്നുണ്ടല്ലോ പുട്ടുക്ക്. അപ്പോൾ അത് മതി ചോറിനും കൂട്ടാനെന്ന് വിചാരിച്ചു. പിന്നെ കുട്ടികൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിക്കോളും. മുട്ട പൊരിക്കുക അല്ലെങ്കിൽ ഇന്നലത്തെ പുഴമീൻ ഉണ്ട് കേട്ടോ ഇവിടെ. അതൊരിക്കും പറ്റൂല, എനിക്ക് കഴിക്കാൻ അതുണ്ട്. പിന്നെ മീനൊക്കെ വാങ്ങിച്ചാലും ചിഞ്ചുമോൾ ഉണ്ടാക്കുകയൊക്കെ ചെയ്യും കേട്ടോ മീൻ. അപ്പോൾ ഒരു പറഞ്ഞു നിങ്ങൾ അമ്മച്ചി ഒന്നും ഉണ്ടാക്കണ്ട, അമ്മച്ചി ചോറും എന്തെങ്കിലും കറി ഉണ്ടാക്കിയിട്ട് അമ്മച്ചി പൊയ്ക്കോ എന്ന് പറഞ്ഞേക്കാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ചെറുപയർ കറി ഉണ്ടാക്കുന്നുണ്ടല്ലോ, അപ്പോൾ അത് മതി ചോറിനും. പിന്നെ ഫ്രിഡ്ജിലൊന്നുമില്ലേ, മീനൊന്നും വാങ്ങിയതില്ല ഫ്രിഡ്ജിൽ. പിന്നെ മീൻകാരൊക്കെ വരണമെങ്കിൽ കുറച്ച് സമയമാവും. അപ്പോൾ പിന്നെ അതൊക്കെ കാത്തുക്കുമ്പോഴത്തേന് നമുക്ക് നേരം വൈകും. അപ്പോൾ ഞാനിതാ ചെറുപയറൊക്കെ കഴുകി കുക്കർക്ക് ഇട്ട് കൊടുത്തിന് കേട്ടോ. പിന്നെ അതിക്ക് ഒരു ചെറിയൊരു സവാള അരിഞ്ഞതും അതേപോലെ ഒരു തക്കാളി അരിഞ്ഞതും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും അതേപോലെ പച്ചമുളകും ഒരു 2-3 എടുത്തുക്കണം കേട്ടോ, എരിവ് കുറവാണ്. പിന്നെ അതേപോലെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്താണ്ട് കുക്കർ അടച്ചിട്ട് നമുക്കിത് വേവിക്കാൻ വെക്കാം. അങ്ങനെ കറിയൊക്കെ അടുപ്പത്ത് വെച്ചിട്ട് പിന്നെ ഞാൻ പോയിട്ട് ഒരു തേങ്ങയൊക്കെ പൊളിച്ചു കൊണ്ടുവന്നു. തേങ്ങയൊക്കെ ചിരകി എടുക്കണ്ട, നമുക്ക് പുട്ടുക്കും വേണം തേങ്ങ. അതേപോലെ ചെറുപയർ കറിക്കും കുറച്ച് തേങ്ങ അരക്കണം കേട്ടോ. തേങ്ങയും നല്ല ജീരകം അരച്ചാൽ ചെറുപയർ കറി നല്ല ടേസ്റ്റാണ്. പിന്നെ വെളിച്ചെണ്ണയിൽ കുറച്ച് കടുകും പൊട്ടിച്ച് വാർന്നാൽ കറി റെഡിയാവും. അപ്പോൾ ഇതാ നമ്മളെ പുട്ടുപൊടിയൊക്കെ ആവശ്യത്തിന് നനഞ്ഞൊക്കെ വന്നീനും. പിന്നെ ഇതാ തേങ്ങയൊക്കെ പൊളിച്ച് തേങ്ങയൊക്കെ ചിരകി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പുട്ട് വേഗം ചുട്ടെടുക്കാം. അപ്പോൾ ഒന്ന് 3 അടുപ്പിലാണ് കേട്ടോ കുക്കിങ് നടക്കുന്നത്. ഒരടുപ്പത്ത് ചോറുണ്ട്, ഒരടുപ്പത്ത് ഇപ്പോൾ നമ്മൾ ചെറുപയർ കറി അടുപ്പത്ത് വെച്ച്. ഇനിയിപ്പോൾ ഇതാ കറണ്ട് അടുപ്പുമ്മലാണ് കേട്ടോ പുട്ടുണ്ടാക്കുന്നത്. പിന്നെ ഈ കറണ്ട് അടുപ്പ് യൂസ് ചെയ്യുമ്പോൾ കറണ്ട് ബില്ല് കൂടുതൽ വരില്ല എന്നൊക്കെ ചോദിക്കലുണ്ട് കേട്ടോ നമ്മളെ കൂട്ടുകാർ. പിന്നെ 1000 രൂപക്ക് താഴെയാണ് കേട്ടോ എന്തായാലും എനിക്ക് കറണ്ട് ബില്ല് വരല്. രാവിലെ ചായ ഞാൻ ഗ്യാസുമ്മേൽ ഉണ്ടാക്കലേ ഇല്ല കേട്ടോ. ചായ വെറും കറണ്ട് അടുപ്പുമ്മലാണ് ഉണ്ടാക്കൽ. അതേപോലെ തിളച്ച വെള്ളം എന്തിനേലൊക്കെ വേണമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കും. ഇതേപോലെ ചിലപ്പോൾ പുട്ട് ചൂടും, നൂൽപുട്ട് ചൂടാണെങ്കിലും ഒക്കെ കറണ്ട് അടുപ്പ് യൂസ് ചെയ്യലുണ്ട്. കറണ്ട് അടുപ്പിൻ്റെ ആയുസ് എന്ന് പറഞ്ഞാൽ ഒരു 10 വർഷം എന്തായാലും ആയിട്ടുണ്ടാവും കേട്ടോ. അപ്പം എന്നാലും ഇപ്പോഴും ഒരു കുഴപ്പമില്ല, ഒരു കേടും ഇതുവരെ വന്നിട്ടുമില്ല കേട്ടോ. അപ്പോൾ ഇതാ പുട്ടൊക്കെ ഞാൻ ചുട്ട് വാഴൻ്റെലേക്ക് കുത്തി കൊടുക്കുന്നുണ്ട്. പുട്ട് വാഴൻ്റെലിയിൽ കാണുമ്പോഴേ ഒരു പ്രത്യേക ഭംഗിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വാഴൻ്റെലേക്ക് അങ്ങനെ കുത്തിയിട്ട് കൊടുത്തതാണ് കേട്ടോ. പിന്നെ അതാ ചെറിയ ചെറിയ പീസാക്കി ഇങ്ങനെ വെക്കുന്നുണ്ട്. അങ്ങനെ ഇതാ പുട്ടായിട്ടുണ്ട്. പിന്നെ ചോറും വന്നിട്ടുണ്ട്. ഇനി ചോറും ഞാൻ വാർത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളെ കറിയും കൂടെ റെഡിയാക്കി എടുക്കണം. അപ്പോൾ കുക്കറൊക്കെ ഒരു 2-3 വിസിലടിച്ച് ഞാൻ ഓഫ് ചെയ്തിന് കേട്ടോ. അപ്പോൾ അതിൻ്റെ പ്രഷറൊക്കെ ഇപ്പോൾ പോയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് തുറന്ന് നോക്കാം. ചെറുപയർ കറിക്ക് തേങ്ങ അരക്കണില്ല എന്നുണ്ടെങ്കിൽ ഒരു ഉരുളക്കിഴങ്ങ് ചേർത്താൽ മതി കേട്ടോ. ഈ ഒരു ചെറുപയർ നമ്മൾ വേവിക്കാൻ വെച്ചില്ലേ, ഉള്ളിയും തക്കാളിയൊക്കെ ഇട്ടുകൊണ്ട് ആ ഒരു സമയത്ത് ഒരു കിഴങ്ങും കൂടെ തൊലിയൊക്കെ കളഞ്ഞ് അരിഞ്ഞിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ കറി നല്ല കുറുകിയ കറിയായിട്ട് കിട്ടും കേട്ടോ. തേങ്ങ അരക്കണമെന്നൊന്നുമില്ല.
ഞാൻ ഇപ്പോൾ കുറച്ച് തേങ്ങ ചേർത്തിട്ടുണ്ട് കേട്ടോ, തേങ്ങ അരച്ച് ചേർത്തിട്ടുണ്ട് കേട്ടോ. തേങ്ങയും നല്ല ജീരകവും ചെറിയ ഉള്ളിയും അതേപോലെ തന്നെ 2 അല്ലി വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്. ഇനി തേങ്ങ അരക്കണില്ലെങ്കിൽ വെളുത്തുള്ളി പിന്നെ നമ്മൾ ചെറുപയർ വേവിക്കാൻ വെക്കുമ്പോൾ തന്നെ 2 അല്ലി വെളുത്തുള്ളിയും കൂടിയൊക്കെ ചേർത്ത് കൊടുക്കുക. അല്ലെങ്കിൽ ഈ പയറുവർഗ്ഗങ്ങളൊക്കെ കഴിക്കുമ്പോൾ ഗ്യാസ് പ്രോബ്ലം ഉണ്ടാകുന്ന ആൾക്കാരുണ്ടാവുമല്ലോ, അങ്ങനത്തെ വെളുത്തുള്ളി ഇടുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ അങ്ങനത്തെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇതാ തേങ്ങയൊക്കെ അരച്ച് പിന്നെ തിളപ്പിച്ച് കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കറി ഒന്ന് വറവിട്ടെടുക്കണം. അപ്പോൾ വറവിടാൻ ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായപ്പോഴേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കടുകും കറിവേപ്പിൻ്റെ ഇലയും വറ്റൽമുളകൊക്കെ ഇട്ട് പൊട്ടിച്ച് ഇതാ കറിക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കറി ഒന്ന് അടച്ചു വെക്കാം കേട്ടോ. എന്നിട്ട് ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കുകയാണെങ്കിൽ ആ ഒരു കറിൻ്റെ സ്മെല്ലൊക്കെ നല്ലോണം, കറിൻ്റെ സ്മെല്ലല്ല കേട്ടോ, എന്താ പറയുക, നമ്മൾ വറവിട്ടെടുത്തല്ലോ അതിൻ്റെ ആ ഒരു സ്മെല്ല് കറിക്ക് നല്ലോണം ഇറങ്ങും. ഇതൊക്കെ ഞാൻ എപ്പോഴും പറയണത് തന്നെയാണ് കേട്ടോ. കറിക്ക് ടേസ്റ്റ് കൂട്ടുന്ന ടിപ്സുകളാണ് അതൊക്കെ. അധികം ആൾക്കാർക്കും അറിയണത് തന്നെയാണ്. ചില ആൾക്കാർ എന്നാലും വറവിട്ടെടുത്താലും കുറച്ച് നേരം അങ്ങനെ തുറന്ന് വെക്കും. തുറന്ന് വെക്കാതെ അടച്ച് വെച്ചുകൊണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് വെക്കൊണ്ടിട്ടോ. അപ്പോൾ നമുക്ക് തന്നെ നല്ല സ്മെല്ല് നമ്മളെ മൂക്കിക്ക് വരും. കറി കാണാനും തന്നെ നല്ല ഭംഗിക്കാറ് കേട്ടോ, ആ എണ്ണയൊക്കെ ഇങ്ങനെ പാകി നിൽക്കുമ്പോഴേ. അപ്പോൾ നമ്മളെ പുട്ടും ആയി, ചെറുപയർ കറിയായി. അപ്പം ഇനി ഐഫക്കുട്ടിക്ക് ചായ കൊടുക്കട്ടെ കേട്ടോ, എന്നിട്ട് ഓളെ മദ്രസക്ക് പറഞ്ഞേക്കട്ടെ. ഐഫക്കുട്ടിക്ക് 8 മണിക്കാണ് കേട്ടോ മദ്രസ്. അപ്പോൾ ഇന്ന് ഞങ്ങൾ രണ്ടാളും ഒരുമിച്ചാണ് കേട്ടോ ചായ എടുക്കുന്നത്. അപ്പോൾ ഓൾക്കൊരു കഷ്ണം പുട്ടും എനിക്കൊരു കഷ്ണം പുട്ടും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് വാരി കൊടുത്തിട്ട് വേണം കേട്ടോ പറഞ്ഞേക്കണമെങ്കിൽ, കുറച്ച് ചൂടുണ്ട്. അപ്പോൾ കഴിക്കാൻ ഗതികേടേക്കാരം. അപ്പോൾ രണ്ടാക്കും പാടെ ഒരു പാത്രത്തിൽ തന്നെ എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഉമ്മച്ചിക്ക് വണ്ടി ഉണ്ടായതുകൊണ്ടേ ഭയങ്കര മടി കേട്ടോ, നടക്കൂല. ഉമ്മച്ചിനോട് കൊണ്ടാക്കി തരാൻ പറയും. അപ്പോൾ ഞാൻ തന്നെ കൊണ്ടാക്കും വേണം. അപ്പോൾ ഏതായാലും ഞങ്ങൾ ചായ കുടിക്കട്ടെ, എന്നിട്ട് ഓളെ പറഞ്ഞയച്ചിട്ട് ഇനി ബാക്കിയുള്ള പണികളൊക്കെ ചെയ്യാം. പിന്നെ ഇന്നത്തെ വീഡിയോ വരാൻ ചിലപ്പോൾ കുറച്ച് വൈകും കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യണതിൻ്റെ ഇടയിൽ ഞാൻ അറിയാതെ ഉറങ്ങിപ്പോയിട്ടോ. അപ്പോൾ സമയം അങ്ങനെ ഒരുപാട് പോയി. പിന്നെ ഒരു 1:30 എണീറ്റപ്പം അത് കഴിഞ്ഞിട്ടാണ് കേട്ടോ പിന്നെ വീഡിയോക്ക് വോയിസ് കൊടുക്കുന്നത്. നേരത്തെ വീഡിയോ ഇടണമെന്ന് വിചാരിച്ചതാട്ടോ, 2 മണി ആകുമ്പോഴത്തേന് വീഡിയോ പബ്ലിക് ആക്കണം എന്നൊക്കെ വിചാരിച്ചതാണ്. പക്ഷേ ഉറങ്ങിപ്പോയി, അറിയാതെ ഉറങ്ങിയതാണ്. അങ്ങനെ പുട്ടും ചായയൊക്കെ കുടിച്ചു. ഐഫക്കുട്ടിൻ്റെ മദ്രസക്ക് പറഞ്ഞയച്ചു. പിന്നെ ഞാൻ തുണികളൊക്കെ തോരടാൻ വേണ്ടിയിട്ട് നിന്ന് മുറ്റമൊക്കെ കുറച്ച് നേരമായിട്ടോ അടിച്ചു വാരിയിട്ട്. അപ്പോൾ നമുക്ക് എത്ര തുണികൾ അലക്കാണ്ടെങ്കിലും പുഴയിൽ പോയാലും ഒരു മടുപ്പും ഉണ്ടാവില്ല കേട്ടോ. നമുക്കങ്ങനെ അലക്കും ചെയ്യുക. അതേപോലെ വണ്ടിമേലാകുമ്പോൾ പിന്നെ നമുക്ക് ഏറ്റി കൊണ്ടുവരുമൊന്നും വേണ്ടല്ലോ. അപ്പോൾ എത്ര ഉണ്ടെങ്കിലും അങ്ങനത്തെ ഒരു മടുപ്പും കാര്യങ്ങളൊന്നും തോന്നൂല കേട്ടോ. പിന്നെ രാവിലെ തന്നെ നമ്മളെ പണികൾ തീരും ചെയ്യും. വീട്ടിലാവുമ്പോൾ തുണികൾ അലക്കൽ ചിലപ്പോൾ നേരത്തെ കഴിച്ചണം എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ അത് കഴിയട്ടെ ഇത് കഴിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ നിന്ന് നേരം വൈകും. അപ്പോൾ ഏതായാലും തുണി അലക്കലും തോരടലൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ ഞാൻ എൻ്റെ ജോലിക്ക് ഇറങ്ങാൻ കേട്ടോ. ഇനിയിപ്പോൾ ആകെ അടിച്ചു വാരി തുടക്കലൊക്കെ മക്കൾ ചെയ്തോളും. നമ്മളെ മഞ്ജുമോളും ഉണ്ട് വീട്ടിൽ, ചിഞ്ചുമോളും ഉണ്ട് വീട്ടിൽ. അപ്പോൾ ഒരാൾ അടിച്ചു വാരും ചെയ്യും, ഒരാൾ തുടക്കുകയും ചെയ്യും. അപ്പോൾ ഞാൻ എൻ്റെ ഡ്യൂട്ടിക്ക് ഇറങ്ങി കേട്ടോ. അപ്പോൾ ഇന്ന് എനിക്ക് ചോക്കാട് പഞ്ചായത്തിൽ എത്തണം കേട്ടോ. 10:30 ആകുമ്പോഴത്തേന് HSമാരോട് വരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വണ്ടി ഉണ്ടായതുകൊണ്ട് സുഖമാണ്, വണ്ടിമ്മ തന്നെയാണ് കേട്ടോ അപ്പോൾ പോവലും. അപ്പം ഇനി സ്റ്റോക്ക് റൂമിൽ പോയിട്ട് വേണം കേട്ടോ പോകണം എന്നുണ്ടെങ്കിൽ. കുറച്ച് സാധനങ്ങളൊക്കെ അവിടെ നിന്ന് എടുക്കാനുണ്ട്. കുറച്ച് സാധനങ്ങളൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ട് HSമാർ. അപ്പോൾ അതൊക്കെ കൊടുക്കും വേണം. അങ്ങനെ ഞാൻ പോയി എൻ്റെ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വന്ന് ഉച്ചക്ക് ഒരു 2 മണി 2:30 കഴിക്കണം കേട്ടോ വീട്ടിലെത്തിയപ്പോൾ. അപ്പോൾ ഇനി വൈകുന്നേരത്തിന് ചോറിന് കൂട്ടാനൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാൻ പോന്നപ്പോൾ ചിക്കൻ വാങ്ങിച്ച് പോരണമെന്ന് വിചാരിച്ചിട്ടുണ്ടേനും. പക്ഷെ വല്ലാത്ത വിശപ്പിട്ടൊന്നും ചോറൊന്നും കൊണ്ടുപോകാത്തതുകൊണ്ട് ഒരു 2:30 കഴിക്കണ ഞാൻ അവിടെ നിന്ന് എത്തിയപ്പം നല്ല വെയിലും അതിന്. അപ്പോൾ ഞാൻ പിന്നെ എവിടെയും കയറിയില്ല, ഞാൻ നേരെ വീട്ടിൽ പോന്നു. അപ്പോൾ നമ്മൾ ഐഫക്കുട്ടി പോയി ചിക്കനൊക്കെ വാങ്ങി വന്നു കേട്ടോ. അപ്പോൾ ഐഫക്കുട്ടിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് അങ്ങനെ കടയിലേക്കൊക്കെ പോണത്. സൈക്കിൾ വേണം. സൈക്കിൾ അടുത്ത വീട്ടിലത്തെ സൈക്കിൾ എടുത്തുകൊണ്ടാണ് കേട്ടോ കടയിലേക്ക് പോയിക്കണത്. അപ്പോൾ ഐഫക്കുട്ടിക്ക് ഒരു സൈക്കിൾ വാങ്ങാൻ പൈസ ഒരുക്കൂട്ടുണ്ട് കേട്ടോള്. അപ്പോൾ ഞാനും ഇതേപോലെ എപ്പോഴേലൊക്കെ ചില്ലറയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവളെ കയ്യിൽ കൊടുക്കും. അപ്പോൾ അത് ഒരു പാത്രം ഉണ്ട് കേട്ടോ, ഞങ്ങൾ കുറ്റിന്ന് അതിന് പറയൽ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ കടയിലൊക്കെ പോയി വരുമ്പോൾ പൈസ ബാക്കിയുണ്ടെങ്കിൽ അതിൽ കൊണ്ടുവന്നു ഇട്ടോള്. ഇതേപോലെ തന്നെ റിച്ചു മോനും ഉണ്ട് കേട്ടോ ഒന്ന്. ഓനും അതേപോലെ തന്നെയാണ്. ഓനും പൈസ കൈ കിട്ടിയാൽ അതിൽ കൊണ്ടുപോയി ഇടും. എപ്പോഴേലൊക്കെ മുട്ടായി വാങ്ങൂല എന്നല്ല. ഐഫക്കുട്ടി അതേപോലെ ഇപ്പോൾ മുട്ടായിയൊക്കെ വാങ്ങി വന്നിക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ ചെറിയൊരു സമ്പാദ്യശീലമൊക്കെ കുട്ടികൾക്ക് ഉണ്ടാകുന്നത് നല്ലതാണ് കേട്ടോ. കുട്ടികളെ പ്രോത്സാഹിപ്പിക്കണം നമ്മൾ. ഇവിടെ അങ്ങനെ ചെയ്യലുണ്ട് കേട്ടോ. വലിയൊരു 2 ചെയ്യൂല, ചെറിയൊരു 2 ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ജോലി കഴിഞ്ഞ് വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ ആയിട്ട് കുട്ടികൾക്ക് കൊണ്ടുവരും. അപ്പോൾ ഇന്ന് ചായക്ക് കടിയൊന്നും വാങ്ങിയിട്ടില്ല. ഇന്ന് ഫ്രൂട്ട്സാണ് കേട്ടോ വാങ്ങിയത്. കുറച്ച് മാങ്ങയും അതേപോലെ പിന്നെ ബത്തക്കയും വാങ്ങിയിട്ടുണ്ടേനും. അപ്പോൾ അതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് 4 മണിക്ക് ചായ അല്ല കേട്ടോ, ഒന്ന് വത്തക്കയാണ് കഴിക്കുന്നത്.
ചായ ഇപ്പോൾ ചൂടായതുകൊണ്ട് ആർക്കും വല്ലാതെ വേണ്ട. പിന്നെ എന്തെങ്കിലും കടി ഉണ്ടെങ്കിൽ ചായ പോവും, ഇല്ലെങ്കിൽ ചായ പോവില്ല. അപ്പോൾ ഒന്ന് വത്തക്ക ആയിക്കോട്ടെ വിചാരിച്ച് അത് കട്ട് ചെയ്ത് പാത്രത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇന്ന് ഇളച്ചൻ്റെ കുട്ടിയുണ്ട് കേട്ടോ വിരുന്നിന് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഗസ്റ്റൊക്കെ ഉണ്ട്. പിന്നെ കുറേ പാത്രങ്ങൾ ഉണ്ടായിട്ട് ഇവിടെ കഴുകാൻ. ഒരു ചോറ് തിന്ന പാത്രങ്ങളൊക്കെ ഒരു കഴുകി വെച്ചിക്കണ്. പിന്നെ ഉണ്ടല്ലോ കഞ്ഞിവെള്ളം ഒഴിച്ചേക്കണ പാത്രം, അങ്ങനത്തെ പാത്രങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അതൊന്നും കഴുകിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാനതൊക്കെ കഴുകാനുള്ളതൊക്കെ സിങ്കൊക്കെ എടുത്ത് വെച്ചാണ്ട് പിന്നെ സിങ്കൊക്കെ നല്ലോണം ഒന്ന് തേച്ച് കഴുകി പാത്രങ്ങളൊക്കെ കഴുകി വെക്കട്ടെ. എന്നിട്ട് നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കണം. അപ്പോൾ ഇന്ന് ഉണ്ടാക്കണ ചിക്കൻ കറി എന്താ പറയുക, വേറെ രീതിയിലൊരു ചിക്കൻ കറി ആയിട്ട് ഉണ്ടാക്കണത്. അപ്പോൾ പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് കൗണ്ടർ ടോപ്പൊക്കെ തുടച്ചിട്ട് ഇനി നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കാം. അപ്പോൾ ചിക്കൻ ഇതാ ഞാനൊരു പാത്രത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ ബ്ലഡും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴേ അത് പിന്നെ ഒന്ന് അപ്പം തന്നെ ആ പൈപ്പിൻ്റെ ചോട്ടിലൊന്ന് കാട്ടിയിട്ട് ബ്ലഡൊക്കെ ഒന്ന് കളഞ്ഞ് പിഴിഞ്ഞ് പിന്നെ ഒന്ന് ഉണക്കിയിട്ട് വേണം കേട്ടോ നമ്മൾ വേസ്റ്റ് ഇടുന്ന പാത്രത്തിൽ ഇടണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു സ്മെല്ലേക്കാരോ. അതേപോലെ പുഴുക്കളും വരും വേഗം. അപ്പോൾ അതൊക്കെ കൊണ്ടുപോയിട്ടു. പിന്നെ അതാ ഇനി നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കാം. അപ്പോൾ ഒരു ചിക്കൻ ഫുള്ളായിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കൂടെ ഇപ്പോൾ വേണ്ട കേട്ടോ, രാത്രികൾക്കല്ലേ. അപ്പോൾ രാത്രികൾക്കും പിന്നെ രാവിലെ ചായക്ക് കടിക്കുള്ള അതും ആയിട്ട് അങ്ങനെ കുറച്ച് ചിക്കനെ ഞാൻ ഇപ്പോൾ എടുത്തിട്ടുള്ളൂ കേട്ടോ. ബാക്കിയുള്ളത് വെള്ളം ഒഴിച്ചുകൊണ്ട് ഒരു പാത്രത്തിലാക്കി വെള്ളം ഒഴിച്ചുകൊണ്ട് ഫ്രീസറിൽ കൊണ്ടുപോയി വെക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇത് നാളെ എടുക്കാം കേട്ടോ. ചിക്കനായാലും ബീഫായാലും മീനായാലും ഒക്കെ കൊണ്ടുവന്നാൽ ഇതേപോലെ കുറച്ച് അധികമൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് നാളേക്കൊക്കെ മാറ്റി വെക്കണത് നല്ലതാട്ടോ. എന്നാൽ പിന്നെ നാളെ എന്താ പറയുക, ഇൻഷാ അല്ലാ നമ്മൾ നാളെ ഉണ്ടാവില്ലെന്നൊന്നും അറിയൂല, എന്നാലും നമ്മളങ്ങനെ മാറ്റി വെക്കുന്നത് നല്ലതാണ്. കാരണം എന്താ വെച്ചാൽ രാവിലെ തന്നെ മീൻകാരനെ കാത്തിക്കണ്ട. അതേപോലെ ആണുങ്ങളൊന്നും വീട്ടിലില്ലാത്ത ആൾക്കാരായിട്ട് ഞാൻ പറയുന്നത്. ഓരൊക്കെ ആണുങ്ങൾ വീട്ടിലുണ്ടാകുമ്പം പിന്നെ എന്നും അങ്ങാടിയിൽ പോകലും സാധനം കൊണ്ടുവരലൊക്കെ ഉണ്ടാവും. നമ്മളെപ്പോലുള്ള വീട്ടമ്മമാർക്ക് എപ്പോഴും കൊണ്ടുവരാൻ പോകാനൊക്കെ മടിയല്ലേക്കാരം. അപ്പോൾ ഫ്രിഡ്ജിലുണ്ടെങ്കിൽ എടുത്ത് വെച്ചാൽ മതിയല്ലോ. അപ്പോൾ നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കാം കേട്ടോ. ചിക്കനൊക്കെ ഞാൻ കഴുകി വെച്ചിട്ടുണ്ടേനി. അപ്പോൾ ആ വെള്ളമൊക്കെ ചോർന്ന് വന്നതിന് ശേഷം ഒരു ചട്ടി ഇവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ടേനി. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചാണ്ട് പിന്നെ ആ ഒരു ചിക്കൻ അതിലേക്ക് ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇതൊക്കെ ചേർത്തിട്ടില്ല കേട്ടോ. ഉപ്പോ മുളക് പൊടിയോ മഞ്ഞൾപ്പൊടിയോ ഒന്നും ചേർക്കാതെ അങ്ങനെ തന്നെ ഇട്ടുകൊണ്ടാണ് കേട്ടോ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതാട്ടോ ചിക്കൻ തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതിൽ നിന്ന് മാറ്റി കൊടുക്കാം. എപ്പോഴും ഒരേ രുചി തന്നെ ആവണ്ടല്ലോ, ഇടയ്ക്കൊക്കെ നമുക്ക് മാറ്റി പിടിക്കുന്നത് നല്ലതല്ലേ. അപ്പോൾ ഇത് ഞാൻ ഏതോ ഒരു റീൽസിൽ കണ്ടതേനി കേട്ടോ. അപ്പോൾ കണ്ടപ്പോൾ എനിക്ക് നല്ല രസമുള്ള ചിക്കൻ കറിയാണെന്ന് തോന്നി. അപ്പോൾ ഞാനും അങ്ങനെ ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ ആ ചിക്കനൊക്കെ ഫ്രൈ ചെയ്തത് മാറ്റി വെച്ചൊരു പാത്രത്തേക്ക് പിന്നെ ആ ഒരു എണ്ണയ്ക്ക് തന്നെ 2 സവാള അരിഞ്ഞതും ചേർത്ത് കൊടുത്തൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ സാധാരണ ചേർക്കുമ്പോൾ തന്നെ കറിവേപ്പിൻ്റെ ഇലയും ഇഞ്ചി വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയൊക്കെ ചതച്ചതൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊക്കെ നല്ലോണം വഴന്ന് വരണം കേട്ടോ. സവാളയും അതേപോലെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ സവാള ഒരു എന്താ പറയുക ഗോൾഡൻ കളർ ആവുന്നത് വരെ നല്ല രീതിയിൽ തന്നെ വഴറ്റിയെടുക്കണം. അപ്പോൾ ഞാൻ കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ചിട്ടുണ്ട്. ഇനി തീയിലിട്ടിട്ട് അടച്ചു വെച്ചിട്ടോ. അപ്പോൾ ഇതാ ഇപ്പോൾ സവാളയൊക്കെ ഒന്ന് കളർ മാറി വന്നിട്ടുണ്ട്. നല്ലോണം അങ്ങോട്ട് കളർ മാറിയിട്ടില്ലെങ്കിലും അത്യാവശ്യം സവാളയൊക്കെ വെന്ത് നല്ല രീതിയിൽ തന്നെ കളറൊക്കെ മാറി വഴന്ന് വരണം കേട്ടോ. അപ്പോഴാണ് ചിക്കൻ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കുള്ള മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിതാ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും പിന്നെ അതേപോലെ തന്നെ ചിക്കൻ മസാലപ്പൊടിയും പിന്നെന്താ വലിയ ജീരകത്തിൻ്റെ പൊടിയാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. മഞ്ഞൾപ്പൊടി ഞാൻ പറഞ്ഞെന്നുള്ളൂ, മഞ്ഞൾപ്പൊടി ഞാൻ അതിലിടാൻ മറന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതൊക്കെ ചേർത്ത് കൊടുത്ത് കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ പിന്നെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തത്. ചിലപ്പോൾ അങ്ങനെയാണ് കേട്ടോ, എല്ലാം മറക്കും. അതേപോലെ ഗരം മസാല വേണമെങ്കിൽ ചേർക്കുക, കുരുമുളക് പൊടി വേണമെങ്കിൽ ചേർക്കുക, അതൊക്കെ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ ഇതിൽ മുളക് പൊടി അത്യാവശ്യം ചേർത്തിക്കണം, അതേപോലെ തന്നെ ചിക്കൻ മസാല അത്യാവശ്യം ചേർത്തിക്കണം. അപ്പോൾ അതിലൊക്കെ എരിവുണ്ടാവും കേട്ടോ. പിന്നെ കുരുമുളക് പൊടിയൊന്നും ഞാൻ ചേർത്തിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അതൊക്കെ ചേർത്തോണ്ടി. പിന്നെ പൊടികളെ പച്ചമണമൊക്കെ മാറി വന്നപ്പം തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിന്, 2 തക്കാളി അരിഞ്ഞിട്ടുണ്ടായിന് കേട്ടോ. അപ്പോൾ അതും ചേർത്ത് കൊടുത്തു. ഇനി തക്കാളി ഒന്ന് നല്ലോണം വെന്തുടഞ്ഞ് വരട്ടെ. അപ്പോൾ ഞാൻ അടച്ചു വെച്ചിട്ടുണ്ടായിന്. അപ്പോൾ തക്കാളി അതേപോലെ തന്നെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലോണം ഒന്ന് ഉടച്ചെടുക്കാം കേട്ടോ. ഉടച്ചെടുത്തിട്ട് ആ തക്കാളിത്തെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരണം. എന്നിട്ട് വേണം കേട്ടോ നമുക്ക് ഇതിലേക്ക് തൈര് ഒഴിച്ച് കൊടുക്കാൻ. അപ്പോൾ ഞാൻ കുറച്ച് തൈര് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. തൈരും തന്നെ നമ്മുടെ പുളിക്കനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. ഇതിപ്പോൾ വീട്ടിലുണ്ടാക്കിയ തൈരായതുകൊണ്ട് അധികം കട്ടിയൊന്നുമില്ല, കട്ടില്ലാത്ത തൈരാണ് കേട്ടോ. പക്ഷേ പുളിയാണെങ്കിൽ നല്ലോണം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചിക്കൻ കറിക്കും അതേപോലെ ബീഫ് കറിക്കും ഒക്കെ തൈര് ചേർക്കാൻ പാടില്ല എന്ന് ഞാൻ ഒരു നമ്മളെ വീഡിയോ തന്നെ ഒരു കമൻറ്റ് ബോക്സിൽ കണ്ടിട്ടുണ്ടായിന് കേട്ടോ. ആരോ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിന് അങ്ങനെ
ചിക്കൻ കറിയും ബീഫ് കറിയും ഒന്നും ഉണ്ടാക്കുമ്പോൾ തൈര് ചേർക്കാൻ പാടില്ല എന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ അതിനെക്കുറിച്ചിട്ട്. അപ്പോൾ ആർക്കെങ്കിലും അറിയെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുകൊണ്ട്. നമ്മളിപ്പോൾ ചിക്കൻ ബിരിയാണി ആണെങ്കിലും ബീഫ് ബിരിയാണി ആണെങ്കിലും ഒക്കെ ഉണ്ടാക്കുമ്പോൾ തൈര് ചേർക്കണില്ലേ? അപ്പോൾ എനിക്ക് അറിയായിട്ട് ചോദിച്ചതാണ് കേട്ടോ. നിങ്ങളുടെ അടുത്തുനിന്ന് എനിക്ക് ഒരുപാട് അറിവ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞതാണ്. അപ്പോൾ എന്തായാലും അറിയുന്ന ആൾക്കാരൊന്ന് കമൻറ്റ് ചെയ്യുകൊണ്ട്. അപ്പോൾ ഇതാ നമ്മളെ ചിക്കനൊക്കെ അതിനൊക്കെ ഇട്ടിട്ട് വഴറ്റി കൊടുത്തിട്ടോ. ചിക്കൻ നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുത്തതാണല്ലോ. അപ്പോൾ ഇനി അധികം വേവൊന്നുമില്ല കേട്ടോ. ഒന്ന് വെന്ത് കിട്ടിയാൽ മതി. പകുതി വേവൊക്കെ ആയിട്ടുണ്ട്. പിന്നെ അതിനൊക്കെ തിളച്ച വെള്ളം ഒഴിച്ച് കൊടുത്തു, അടച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ വൈകുന്നേരത്തിന് ചോറ് ഉച്ചക്ക് രാവിലെ വെച്ച ചോറ് തന്നെ ഉണ്ട് കേട്ടോ. പിന്നെ കുറച്ച് ചോറ് ഞാൻ കുക്കറിൽ വെക്കാമെന്ന് വിചാരിച്ചു. ഇന്നിപ്പം ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഒരു വിരുന്നുകാരൻ കുട്ടി ഉണ്ട് കേട്ടോ. എൻ്റെ ഇളച്ചൻ്റെ കുട്ടിയുണ്ട് വിരുന്ന്. അപ്പോൾ എനിക്ക് എന്തായാലും നെയ്ച്ചോറ് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് ചെറിയ കുക്കറിൽ ഞാൻ കുറച്ച് നെയ്ച്ചോറും ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മളെ ചിക്കൻ കറിയൊക്കെ വെന്തിട്ടോ. ഞാൻ കുറച്ച് മല്ലിയിലയും കൂടെ അതിൻ്റെ മേലെ കൂടെ ഒന്ന് വെതറി കൊടുത്തിട്ടുണ്ട്. പിന്നെ തീയൊക്കെ ഓഫാക്കി കൊടുത്തു. അപ്പോൾ ഇതാ നെയ്ച്ചോറും ആയിട്ടുണ്ട്. സാധാ പച്ചരി വെച്ചിട്ടാട്ടോ നെയ്ച്ചോറ് ഉണ്ടാക്കിയിട്ടുള്ളത്. അണ്ടിപ്പരിപ്പ്, മുന്തിരി, സവാള ഫ്രൈ ചെയ്തത് അതൊന്നുമില്ല കേട്ടോ. ഏലക്കായും കറാമ്പൂ, പട്ട അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഇട്ട് കുറച്ച് നെയ്യും ഇട്ടാണ്ട് അങ്ങനെ ഉണ്ടാക്കിയതാട്ടോ നെയ്ച്ചോറ്. പക്ഷേ ടേസ്റ്റ് ഉണ്ടായിന് കേട്ടോ നെയ്ച്ചോറ്. കുട്ടികൾക്ക് പിന്നെ അങ്ങനെയാണല്ലോ, വെള്ളച്ചോറായാൽ മതി. ഇവിടുത്തെ മക്കൾക്ക് അങ്ങനെയാണ് കേട്ടോ. ചിക്കൻ കറിയും വെള്ളച്ചോറും ഉണ്ടെങ്കിൽ ഒരു വയറ് നിറച്ച് ചോറ് കഴിച്ചോളും. അങ്ങനെ ചോറൊക്കെ ആയി. പിന്നെ അതാ നമ്മൾ ചിക്കൻ കറി കണ്ടില്ലേ, ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കോണ്ടിട്ടോ. നല്ല ടേസ്റ്റുള്ള ചിക്കൻ കറിയാണ് കേട്ടോ. അതേപോലെ നെയ്ച്ചോറിൻ്റെ കൂടെയും പൊറോട്ടൻ്റെ കൂടെയും എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്ക് കഴിക്കാം. അപ്പോൾ ഞങ്ങൾ ചോറും കറിയൊക്കെ ആയി. പിന്നെ ഇതാ ഞാൻ ചൂടോട് കൂടിയിട്ട് തന്നെ കുട്ടികൾക്ക് ചോറൊക്കെ വിളമ്പി കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ മാസം ലാസ്റ്റ് നമുക്ക് ഗിവ് അവേ വിന്നർ തിരഞ്ഞെടുക്കണം കേട്ടോ. നമുക്ക് നറുക്കിട്ടിട്ട് ടോപ്പ് കമൻറ്റിൽ വരുന്ന ആൾക്കാർ ആരാന്ന് വെച്ചിട്ട് ഓരോ നറുക്കിട്ടിട്ട് നമുക്ക് വിന്നർ തിരഞ്ഞെടുക്കണം ഇൻഷാ അല്ലാഹ്. വീഡിയോക്ക് ലൈക്കും കമൻറ്റും ഒന്നും തരാൻ മറക്കരുത്. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. ഇനി ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത്. അതേപോലെ തന്നെ ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മളെ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.